ഹലോ, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ സ്വന്തം റെസിപ്പിയൊന്നുമല്ല, ഞാൻ യൂട്യൂബിൽ കണ്ട ഒരു റെസിപ്പിയാണിത് കേട്ടോ. പഴവും മുട്ടയൊക്കെ വെച്ചുള്ള ഒരു പുഡിങ്ങാണ്. അപ്പം ഞാൻ ആ കണ്ട വീഡിയോയിൽ നല്ല സോഫ്റ്റായിട്ടൊക്കെയാണ് ഇതിരുന്നത്. അപ്പം ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 2 റോബസ്റ്റ പഴവും 2 മുട്ട, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 കപ്പ് പാല്. അത് നോർമൽ പാലാണെങ്കിൽ തിളപ്പിച്ചാറിയതെടുക്കണം. അല്ല പാക്കറ്റ് പാലാണെങ്കിൽ അങ്ങനെ എടുക്കാനാണ് ആ വീഡിയോ പറഞ്ഞേക്കുന്നത്. അങ്ങനെ 1 കപ്പ് പാല്, പിന്നെ ഞാൻ കുറച്ച് വാനില എസൻസ് ഒഴിക്കുന്നുണ്ട് മുട്ടയുടെ സ്മെല്ല് മാറാനും. അതും അതിൽ പറയുന്ന പോലെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഇതെല്ലാം ഇട്ടിട്ട് ഞാനൊന്ന് അടിച്ചെടുക്കാൻ പോകണം. അപ്പോൾ ഞാൻ അടിച്ചെടുത്തപ്പോൾ കുറച്ച് കട്ടിക്ക് നിന്നു, കാരണം പഴം ചെറുതായിട്ട് അരിയോ അല്ലെങ്കിൽ വലുതായിട്ട് ഇടുകയോ ചെയ്താൽ പെട്ടെന്ന് എനിക്കൊന്ന് അടിച്ച് കിട്ടുമെന്ന്. അങ്ങനെ അതൊന്ന് അടിച്ചെടുത്തു. അതിനുശേഷം കാരമൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1/4 കപ്പ് പഞ്ചസാര എടുത്തു കേട്ടോ. 1/4 കപ്പ് പഞ്ചസാര എടുത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് ഒന്ന് മെൽറ്റാക്കി എടുക്കണം. ഒരു ബ്രൗൺ കളറാകുമ്പോൾ ഇത് ഓഫ് ചെയ്യാം, അല്ലെ പെട്ടെന്ന് കട്ടയാവും. അപ്പം ഞാൻ ആദ്യം ഒന്ന് ചെയ്തപ്പോൾ കട്ടയായിപ്പോയി പെട്ടെന്ന്. പിന്നെ ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും അതൊന്ന് നേർപ്പിച്ചെടുത്താണ് ഈ ഒരു പരുവത്തിൽ ചെറിയ ബ്രൗൺ ആകുമ്പോൾ. പിന്നെ അവരതിനകത്ത് ഗ്ലാസ് പ്ലേറ്റൊക്കെയാണ് എടുത്തേക്കുന്നത്. എനിക്ക് ഗ്ലാസ് പ്ലേറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു സ്റ്റീൽ പ്ലേറ്റിൽ അഡ്ജസ്റ്റ് ചെയ്തു. സ്റ്റീൽ പ്ലേറ്റ് തന്നെ എടുക്കണം, അല്ലെങ്കിൽ കട്ടിയുള്ള ഗ്ലാസ്സോ അല്ലെങ്കിൽ അലുമിനിയം, ഇങ്ങനെ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന ടൈപ്പിലെ അങ്ങനത്തെ ബൗളൊക്കെയാണ് നല്ലതാണ്. എന്നിട്ട് നമ്മൾ ഈ കാരമൽ അതിനകത്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് തണുക്കാൻ വെക്കണം. അതിനുശേഷം നോർമൽ റൂം ടെമ്പറേച്ചറിൽ തണുത്തതിന് ശേഷം നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന സാധനം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണേ. എന്നിട്ട് നമ്മൾ ഒരു ഇഡലി പാത്രത്തിൽ വെച്ച് ഇത് വേവിക്കുകയാണ്. അപ്പോൾ അടച്ച് വെച്ച് വേവിക്കണം. ഞാൻ ഇടയ്ക്കാണ് ഓർത്തത്. അപ്പം ഞാൻ പിന്നെ വന്നിട്ട് അത് അടച്ച് വെച്ചിട്ട് ഒരു 30 മിനിറ്റോളം ഞാൻ വേവിച്ചിട്ട് അതൊന്ന് നമുക്ക് കുത്തി നോക്കണം, വെന്തോന്ന് കുത്തി നോക്കണം. അപ്പോൾ വെന്ത് കഴിഞ്ഞെന്ന് തോന്നിയാൽ നമുക്കത് മാറ്റി വേറൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം, എന്നിട്ട് കഴിക്കാം. അപ്പോൾ ആ വീഡിയോയിൽ കണ്ട പോലെ ഭയങ്കര സോഫ്റ്റാണ്, ഭയങ്കര ടേസ്റ്റാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എനിക്കങ്ങനെ അത്ര വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല കേട്ടോ. എനിക്ക് എന്തായാലും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. പുഡിങ് ഇഷ്ടപ്പെടുന്നവർക്ക് ചിലപ്പോൾ ഇതിഷ്ടമാവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ